Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്താൽ ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയം നമ്മളെ ഓരോരുത്തരെയും ഏറ്റെടുക്കുന്ന ഒരു അത്ഭുത ശുശ്രൂഷയാണ്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പരിശുദ്ധാത്മാവേ, 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 അത്ഭുതകരമായ ഒരു ദൈവകൃപ എൻ്റെ മേൽ ചൊരിയപ്പെടണമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ ശുശ്രൂഷ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ നിയോഗത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമെന്ന് ഒരു നിമിഷം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് നിയോഗമാണെങ്കിലും ആ നിയോഗം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ എൻ്റെ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മളായിരിക്കുന്ന മണ്ണിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് അത്ഭുതകരമായൊരു കാറ്റടിക്കുന്ന അഭിഷേകം. കർത്താവെ, ജീവിതത്തിലെ സകല ഞെരുക്കങ്ങളുടെ നടുവിൽ അങ്ങയെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു തീരുമാനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ നടുവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. കയ്യെ കടിച്ച് ചേർന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ, എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. ഞാനാ യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ചേർന്ന് പാടിക്കേ. ആത്മാവിൻ തീയെ, യെസ്, ഈ സമയം തന്നെ കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായി നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. നിനക്കായിട്ടല്ലോ കർത്താവേ, ശക്തിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയണമേ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റണമേ. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക ഭാരങ്ങളിൽ കഴിയുന്നവര്, ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ കഴിയുന്നവര്, കഷ്ടതയിൽ കഴിയുന്നവര്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്, ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തോടുകൂടെ കരങ്ങൾ കൂപ്പി ഒന്ന് നോക്കി പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ വലതും ഇടതുമൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടുകൂടെ ഒന്ന് സ്തുതി ചൊല്ലിക്കേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി സ്വസ്ഥമായിട്ട് ഇരിക്കുക. നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ ഒരു ദൈവീക ദൂത് സമ്മാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകം 115 അധ്യായം അതിൻ്റെ 12 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 115 വേഴ്സ് 12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒരു നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ വചന ഹൃദയത്തോട് സ്വീകരിക്കുക. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഞെരുക്കമാവട്ടെ, ഏത് സങ്കടമാവട്ടെ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നൊരു സാഹചര്യമാവട്ടെ, നീ കണ്ണും പൂട്ടി വിശ്വസിക്കുക, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അധിക ദിവസങ്ങളായിട്ടില്ല, കാനഡയിൽ നിന്ന് ഒരു പെൺകുട്ടി നാട്ടിൽ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശത്ത് നല്ല സുന്ദരമായ ജീവിതം സ്വപ്നം കണ്ട് കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കാനഡയിൽ ജീവിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പെൺകുട്ടി കണ്ണുനീരോടുകൂടെ ചില കാര്യങ്ങൾ, ജീവിതത്തിലെ സങ്കടങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി പറയുകയാണ്, അച്ഛാ, ഞാൻ മരിക്കാൻ ചിന്തിക്കുകയാണ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒന്നും തന്നെ നടക്കുന്നില്ല. ഇവിടെ വന്നിട്ട് ജോലി അങ്ങ് ശരിയായിട്ടില്ല, PR ശരിയായിട്ടില്ല, പല തരത്തിലുള്ള അസ്വസ്ഥത. ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിത പങ്കാളിയും തമ്മിൽ എല്ലാ ദിവസവും നിസ്സാരപ്പെട്ട കാര്യത്തിന് പോലും പരസ്പരം പിരിമുറുക്കം, പരസ്പരം വഴക്ക്, അസ്വസ്ഥത. ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു സന്ദേശ വചനമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. സങ്കീർത്തന പുസ്തകം 115 വചനം 12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവിക ദൂതല്ല, മറിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലർക്കുമുള്ള ഒരു ദൈവിക സന്ദേശമാണ്. നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും വചനം പഠിപ്പിക്കുന്നു, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. സാധിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ബാറൂക്കിൻ്റെ പുസ്തകം, അങ്ങനെ ഒരു കൊച്ചു പുസ്തകം ബൈബിളിലുണ്ട്. ബാറൂക്ക് അധികം പരിചയമില്ലാത്ത പുസ്തകമായിരിക്കും. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. ബുക്ക് ഓഫ് ബാറൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 30. 30-ാം വചനത്തിൽ ഇങ്ങനെയാണ്, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും, ആശ്വാസമരുളും. അതായത് നമ്മൾ കടന്നു പോകുന്ന ചില ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് അസ്വസ്ഥത കൂടും, നിരാശ കൂടും, ഭാരം കൂടും. എന്നാൽ വചനം പഠിപ്പിക്കുന്നത്, നിനക്കിതാ ധൈര്യത്തിൻ്റെ ആത്മാവ്, ആശ്വാസത്തിൻ്റെ ആത്മാവ് ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ദൈവം സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ബാറൂക്കിൻ്റെ പുസ്തകം പറഞ്ഞിരിക്കുന്നത്, ധൈര്യമായിരിക്കുക, ബി കറേജിയസ്, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങൾ ഇത് വെറുതെ കേട്ടു പോകാനല്ല, മറിച്ച് ഇത് വ്യക്തമായി നമ്മുടെ ഉള്ളിൽ ഈ ആശ്വാസം, എനിക്ക് പേരിട്ട എൻ്റെ ദൈവം, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും എനിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്നൊരു കാര്യം എന്താ? കർത്താവേ, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്,
കർത്താവെ എനിക്ക് ഇന്ന കാര്യമുണ്ട്, കർത്താവ് ഇന്ന കാര്യമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, മക്കളെക്കുറിച്ച് പ്രശ്നമുണ്ട്, ഭാവിയെക്കുറിച്ച് പ്രശ്നമുണ്ട്, കർത്താവെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കുറേയധികം ആവലാതികൾ, അല്ലേ, ആവലാതി എന്ന് പറയാം, നമ്മുടെ പരിഭവങ്ങൾ, സങ്കടങ്ങൾ മുഴുവൻ നമ്മൾ ഈശോയുടെ അടുക്കൽ കൊടുക്കുവാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈശോയുടെ പക്കൽ ഈ പ്രശ്നങ്ങൾ പറയുന്നതിനപ്പുറം നമ്മൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രശ്നങ്ങളോട് നമ്മൾ പറയണം, എനിക്കൊരു ദൈവമുണ്ട്. നേരെ തിരിച്ച് ചെയ്യണം. അതായത് ഒരു സാമ്പത്തിക പ്രശ്നം, ആ സാമ്പത്തിക പ്രശ്നത്തോട് നമ്മൾ പറയേണ്ട കാര്യം എന്താ? എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കണം. അത് ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ. ഈ കഴിഞ്ഞ നാളിൽ കാഞ്ഞിരപ്പള്ളി അമല തിയേറ്റർ അവതരിപ്പിക്കുന്ന തച്ചൻ എന്ന് പറയുന്ന ഒരു നാടകം, വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചുള്ള അതിസുന്ദരമായൊരു നാടകമാണ്. ഒരുപക്ഷെ ഇത് പങ്കെടുക്കുന്ന പലരും ഇത് കണ്ടിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഔസേപ്പിതാവിനെ കുറിച്ച് പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ ചെറുപ്പകാലം മുതൽ കേട്ടിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്ന ഔസേപ്പിതാവ് ജീവിതത്തിൽ അനേക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഔസേപ്പിതാവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേപ്പിതാവ് തന്നെ. അപ്പോൾ ഈ ഔസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേകത, ഈ നാടക രചയിതാവ് കൃത്യമായിട്ട് കുറിച്ച് വെച്ചിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഈ ഔസേപ്പിതാവ് ഉണ്ടല്ലോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ദൈവമേ എന്നിങ്ങനെ വിളിക്കും. അതൊരു വിളിയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലേക്കും നെഞ്ചത്തോട്ട് കടന്നു വരുന്നൊരു വിളിയാണ്, എൻ്റെ ദൈവമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് ഈ ഒരു വിളിയെക്കുറിച്ചാണ്. നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തോട് പറയണം, അത് ഏത് ഞെരുക്കമായിക്കൊള്ളട്ടെ, ജോലിയുടെ ഭാരം, കുടുംബത്തിലെ സങ്കടം, ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും നമ്മൾ പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു കുഞ്ഞു വചനം പറയാം. അത് യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 33 വേർഡ്സ് 2. നല്ല വചനം. വചനം ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഒരു പേപ്പറിൽ ഇതങ്ങോട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന മുറിയിൽ അത് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് രാവിലെയും രാത്രിയിലുമൊക്കെ ഈ വചനം പല തവണ അത് വിശ്വസിച്ച് ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ്. അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വല്ലാണ്ട് വിഷമിച്ചു പോവും. ഇതെങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് വിഷമിച്ചു പോവും. എന്നാൽ ഈ വചനം നമുക്ക് കരുത്ത് നൽകും. സാധിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചേ എൻ്റെ കൂടെ ഒന്ന് ഏറ്റു പറയണേ. യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനം: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒച്ചത്തിലേറ്റു പറഞ്ഞേ: കർത്താവേ, 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 ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോനായുടെ ജീവിത അനുഭവം നമുക്കറിയാം. യോന ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. യോനയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാവുന്നതല്ലേ? എന്തൊരവസ്ഥയാണല്ലേ? യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. അതായത് അത്രമേൽ ഞെരുക്കം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം എന്ന് കരുതിക്കുള്ളൂ. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. കണ്ടോ? ഇപ്പം ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ ഉള്ളിൽ ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല,
ഇതോടുകൂടെ ഞാൻ തീർന്നു, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഈ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ടാവും. വല്ലാണ്ട് ഭാരപ്പെടുന്നവർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യോന നിലവിളിച്ചതുപോലെ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ടുള്ള ആ വലിയ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന നമുക്കൊരു പാഠപുസ്തകമാണ്. യോന പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയോ? എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയങ്ങൾ പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ഈ ഞെരുക്കം, ഈ ഒരു ഭാരത്തിൻ്റെ പിന്നിൽ ചില ആത്മീയ കാരണങ്ങളും കൂടെ കാത്തിരിപ്പുണ്ടാവും. ആത്മീയ കാരണങ്ങൾ അത് നമ്മളെപ്പോഴും കണ്ടെത്താൻ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് വെറുതെ ഉണ്ടായി. അങ്ങനെയല്ല. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-7 തിരുവചനം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 5 വേർഡ് 6 and 7. ജോബിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി ഇതാ ജോബിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല. അനർത്ഥങ്ങൾ, അതായത് ഈ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഉണ്ടാവുന്നത് വെറുതെ അല്ലെന്ന്, അതിൻ്റേതായ ചില കാരണങ്ങളുണ്ടെന്ന്, ചില കാരണങ്ങളുണ്ടെന്ന്. ആ വചനങ്ങൾ എടുത്ത് വായിച്ചോണം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് സമ്മാനിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ അനർത്ഥം, എന്തുകൊണ്ടാണ് ഈ ഞെരുക്കം? ഇതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം അതിൻ്റെ 71-ാം തിരുവചനം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. സങ്കീർത്തകൻ പറയും, എനിക്ക് ഈ ദുരിതങ്ങൾ ഉപകാരപ്രദമായെന്ന്. എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ജീവിതത്തിൽ ചില പ്രായോഗിക ശീലങ്ങൾ കിട്ടി. ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? ജീവിതത്തിൽ ഓരോ ഞെരുക്കത്തിൻ്റെ നടുവിലും കർത്താവ് കൃത്യമായി നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് പോട്ട ആശ്രമത്തിൽ ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ വിദേശത്ത് ഇപ്പോൾ റെഡിയായിരിക്കുന്ന ജോലി എന്നും പറഞ്ഞ് നാളുകളായി കാത്തിരിക്കുകയാണ്. വിസ ഇപ്പോൾ വരും വന്നില്ല. അപ്പം നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്, എടാ നീ ഒരു ധ്യാനം കൂട്. അപ്പോൾ അവൻ ജീവിതത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി താമസിച്ചുള്ള ധ്യാനമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ അവൻ വന്ന് ഒരു ധ്യാനത്തിലിരിക്കുവാണ്. അപ്പോൾ അവൻ അസ്വസ്ഥനാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ വളരെ അസ്വസ്ഥനാണ്. അങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ഇവന് ധ്യാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഉള്ളിൽ ജോലിയേക്കാൾ ഉപരി ഇവൻ്റെ സ്വഭാവത്തിൽ ചില കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഇവന് ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്: ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലായി ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. എനിക്ക് വിദേശത്ത് ഞാൻ ജോലി കിട്ടി പോകേണ്ട ആളാണ്, ഇപ്പം റെഡിയാകുമെന്നും കാത്തിരുന്നു. എന്നാൽ എനിക്ക് ആ ജോലി ശരിയാകാതിരുന്നത്, എനിക്കത് വൈകിയത്, എനിക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം. കാരണം ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, എനിക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നാളുകളായി ഉണ്ടായിരുന്ന ചില ദുശീലങ്ങളുടെ പീഡകളിൽ നിന്ന് കർത്താവ് എനിക്ക് വിടുതൽ നൽകിയത്. സങ്കീർത്തനം 119:71 വചനം സത്യമല്ലേ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് വിശ്വസിക്കാം, ഇന്ന് കടന്നു പോകുന്ന ഏതൊരു ഞെരുക്കം, ഏതൊരു ഭാരം, ഏതൊരവസ്ഥയാണെങ്കിലും അതിനൊത്ത നടുവിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങേക്ക് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഞാൻ കടന്നു പോകുന്ന ഏത് ഞെരുക്കവും എനിക്കൊരു അനുഗ്രഹമാണ്. ആ വലിയ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ തുടർന്നുള്ള ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങ് എന്നിൽ അത്ഭുതകരമായി ഇടപെടണമേ. നമുക്കൊരുമിച്ച് സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ, വിചാരം, അനുകമ്പ എന്നും നമ്മളോടൊപ്പമുണ്ട്. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഹാലേലുയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അൾത്താര നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം സങ്കീർത്തനം 115 12 തിരുവചനമാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. എല്ലാവരും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്റെ എല്ലാ ഞെരുക്കങ്ങളും, ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 30-ാം തിരുവചനം പഠിപ്പിച്ചു, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല കഷ്ടതകളും അനുഭവങ്ങളും ഈ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങാണ് എന്നെ ഭരിക്കുന്നത്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് അൾത്താരിലേക്ക് നോക്കിക്കേ, രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിക്കുക. എന്നിട്ട് യെശയ്യായുടെ പ്രവചനം 33-ാം അധ്യായം 2-ാം തിരുവചനം നമ്മൾ പഠിച്ച പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന എന്നറിയോ? ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുള്ളൊരു പ്രാർത്ഥനയാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. അല്പം കൂടെ ഒച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. പ്രിയരെ, രണ്ട് കരങ്ങളും ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആരാധനയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ കഷ്ടതകളെല്ലാം സമർപ്പിച്ച്, ഞെരുക്കങ്ങളെല്ലാം സമർപ്പിച്ച്, കർത്താവെ, അത്ഭുതകരമായ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ എന്ന് ആഗ്രഹിക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഷ്ടത നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഇന്നത്തെ ഞെരുക്കം ഒരു അഭിഷേകമായിട്ട് മാറട്ടെ. നിന്റെ സങ്കടത്തിൽ ഒരു ഉത്തരമായിട്ട് മാറട്ടെ. ദൈവം നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. നീ ഏത് വിഷയത്തെക്കുറിച്ച് ഓർക്കുന്നെങ്കിലും കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേർന്ന് പാടിക്കേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആമേൻ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഘനമോർത്തിടുമ്പോൾ ആമേൻ. നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. സാധിക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പറ്റുമെങ്കിലൊന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് തങ്ങളെ തന്നെ സമർപ്പിച്ച് ആ ശിരസ്സൊന്ന് കുമ്പിട്ട്, കർത്താവേ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന സാമ്പത്തിക തടസ്സങ്ങൾ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ, ഞങ്ങളുടെ ബന്ധത്തിലെ ഞെരുക്കങ്ങൾ,
ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം, ഏത് മേഖലയിലാണോ നിന്റെ ഭാരം, ആ ഭാരം സമർപ്പിച്ച് കർത്താവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ കഷ്ടങ്ങൾ എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറും. സങ്കീർത്തനം 115:12 നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീർ സാരമില്ല. എന്റെ കഷ്ടങ്ങൾ സാരമില്ല, എന്റെ കണ്ണുനീർ സാരമില്ല.